വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാമ ശ്രീകൃഷ്ണ സമാരംഭം വ്യാസശങ്കര മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഭക്തജനങ്ങളെ, 41ാമത് ഭാഗവത അഖില ഭാരത ഭാഗവത മഹാസത്രത്തിൻ്റെ ഈ ദിവസം വാമനാവതാരം വിഷയം തന്ന അതിനെപ്പറ്റി സംസാരിക്കാനായി എന്നെ ഏൽപ്പിച്ച ഭാരവാഹികളോട് ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തട്ടെ. കുറേ വർഷങ്ങളായി സത്രവുമായി ബന്ധപ്പെടുന്ന എനിക്ക് ഇതൊരു തീർത്ഥയാത്രയാണ്. വർഷം തോറും സജ്ജനങ്ങളുടെ ഇടയിൽ ചെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പുരാണങ്ങളിൽ വെച്ച് ഏതാണ് ഏറ്റവും വലുത് തത്വങ്ങൾ അടങ്ങിയത് ചോദിച്ചാൽ ഞാൻ എപ്പോഴും മഹാഭാഗവതം എന്നേ പറയുള്ളൂ. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നൊരു പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യാഖ്യാനം. ഞാൻ നടത്തിയപ്പോഴുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു തരും. ആ ഒരു സജ്ജനങ്ങൾ അടങ്ങിയ ഈ സദസ്സിൽ ഭാഗവതം പലരും ചൊല്ലിക്കൊണ്ടിരിക്കുകയും നാരായണീയം ചൊല്ലുകയും ചെയ്യുന്ന ഈ പുണ്യസങ്കേതത്തിൽ അത് ഓരോ സ്ഥലത്തുമായിട്ട് നടക്കുന്നെങ്കിലും അതൊക്കെ ഒരു പുണ്യതീർത്ഥം, പുണ്യസങ്കേതമായി മാറുകയാണ്. ഇതിൻ്റെ വാല്യൂ അറിയുന്നവരുണ്ടല്ലോ, അവർക്കിതറിയാം. ഇപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ ഒരു പുണ്യകേന്ദ്രമായി. ഇവിടെ 41ാമത് സത്രം നടന്നു. പക്ഷേ ഇവിടെ ആയിരുന്നില്ല നടക്കേണ്ടത്. പക്ഷേ ഭഗവാൻ നിശ്ചയിച്ചു ഇവിടെ നടത്തണം. ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് വേണം. അന്യഥാ ചിന്തിതം കാര്യം ദൈവ മന്യത്ര ചിന്തയേ. എത്ര ശ്രമിച്ചാലും അതേ നടക്കും. അതാണ്. അപ്പോൾ ഇതൊക്കെ ഭഗവാൻ ഈ ലോകത്തെ മുഴുവനും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കാര്യവും മയാധ്യക്ഷേണ പ്രകൃതിയും സ്വീയതീത. ഇതിൽ പറഞ്ഞല്ലോ അവർ, എൻ്റെ അധ്യക്ഷതയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അധ്യക്ഷനെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇടപെടും. തെറ്റാണെന്ന് കണ്ടാൽ ഇടപെടും. പക്ഷേ സ്വാതന്ത്ര്യം, ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകിക്കൊണ്ടാണ് സാക്ഷിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ നടക്കണം. പെരുന്തട്ട ഗുരുവായൂരപ്പനും കൂടി അതിന് സഹായിച്ചു എന്ന് വേണം പറയാൻ നമുക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ ലിങ്ക് ചെയ്യണം. അതാണ്. അല്ലാതെ ഒരു സ്ഥലത്ത് നടന്നു മറ്റൊരു സ്ഥലത്തേക്ക് അതല്ല. ഈ 41 സത്രം നടന്ന സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളായിട്ട് മാറി. തീർത്ഥയാത്രയിൽ ഉൾപ്പെടുത്തേണ്ട പ്രദേശങ്ങളായി, സ്ഥലങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. അത് ഒരു ആമുഖമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ എനിക്കിവിടെ വാമനാവതാരമാണ്. വളരെ വിപുലമായൊരു വിഷയമാണ്. അഷ്ടമസ്കന്ധത്തിൽ 15ാം അധ്യായം മുതൽ 23 അധ്യായം വരെ വിശദീകരിക്കുന്നു വാമനാവതാരം. 9 അധ്യായം. ശ്രീരാമസ്വാമിയുടെയും കൂടി 2 അധ്യായത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. വാമനാവതാരം 9 അധ്യായത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എത്രയുണ്ട് വാമനാവതാരത്തിൽ? ശ്രീരാമ ജയന്തി നമ്മൾ ആചരിക്കുന്നു, ശ്രീകൃഷ്ണ ജയന്തി നമ്മൾ ആചരിക്കുന്നു. എന്തേ നമ്മൾ വാമന ജയന്തി ആചരിക്കാതെ വിട്ടുകളയുന്നു? അത് ചർച്ചപ്പെടേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് മലയാളികൾ എന്തുകൊണ്ട് മഹാബലിയെ പൂജിക്കുന്നു? ആ സമയത്ത് ഭാഗവതം പഠിക്കാത്തത് കൊണ്ടാണ്. വായിക്കും, എല്ലാവരും ഇപ്പോഴും വായിക്കുന്നുണ്ട് കേട്ടോ. നാരായണവും വായിക്കും, ഭാഗവതം വായിക്കും, ശിവസഹസ്രനാമം, ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ വായിക്കും. പക്ഷേ അതിലേതെങ്കിലും ഒന്നിൻ്റെ അർത്ഥം ചോദിച്ചാൽ തോന്നും. അങ്ങനെ എത്രയോ യുഗങ്ങൾ ചൊല്ലിയത് കൊണ്ട് എന്താണ് കാര്യം? അർത്ഥമറിയാതെ ഇങ്ങനെയുള്ള തെറ്റുകൾ, കേരളീയർ ചെയ്യുന്ന തെറ്റുകൾ പോലെ നടത്തും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ വാമനാവതാരത്തിന് ഭാഗവതത്തിൽ 9 അധ്യായം. അതെന്തേ അത്ര പ്രാധാന്യം? മറ്റൊക്കെ ഒരു അധ്യായത്തിൽ ഒതുക്കുന്നതാണ്, അല്ലെങ്കിൽ 2-3 അധ്യായത്തിൽ ഒതുക്കുന്നതാണ്. ചിങ്ങമാസത്തിൽ തിരുവോണം ഗംഭീരമായി നമ്മൾ ആചരിക്കുന്നു. പക്ഷേ വാമനൻ്റെ സ്ഥാനം എവിടെയാണ്?
ആരും കാണുന്നുണ്ടോ വാമനമൂർത്തി ആ സമയത്ത്? അന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണ്? സാക്ഷാൽ വാമനമൂർത്തി അവതരിച്ച ദിവസമാണ്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, ശ്രീകൃഷ്ണൻ അവതരിച്ച ദിവസം. ശ്രീരാമനവമി എന്ന് പറയുമ്പോൾ പുണർന്ന നക്ഷത്രം നവമി യോജിച്ചപ്പോൾ ശ്രീരാമൻ അവതരിച്ച ദിവസം. വാമനമൂർത്തി ചിങ്ങമാസത്തിൽ അവതരിച്ചു. ശുക്ലപക്ഷ ദ്വാദശി, അഭിജിത്ത് മുഹൂർത്തം, തിരുവോണത്തിൻ്റെ ആദ്യപാദം. വളരെ പ്രത്യേകതയുള്ള സമയമാണ്. നട്ടുച്ചയ്ക്കാണ്. എങ്ങനെ അവതരിച്ചു അതൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ശ്രീരാമജയന്തി പോലെയും ശ്രീകൃഷ്ണ ജയന്തി പോലെയും മലയാളികൾ നിർബന്ധമായും ആചരിക്കേണ്ട ഒരു ജയന്തിയാണ് വാമന ജയന്തി. അത് നമ്മൾ അടുത്ത കൊല്ലെങ്കിലും അത് നടത്തണം. അത് ആചാര്യൻ്റെ അപേക്ഷയാണ്. ജനങ്ങളിത് ഉൾക്കൊള്ളണം. എന്നിട്ട് ഓണാഘോഷം എന്ന് പറയുമ്പോൾ വാമന ജയന്തി എന്നുള്ള വാക്കും അതിൽ കൂടെ വരണം. എന്താ ഒരു മടി? ഭാഗവതം സാക്ഷി. ഇത് ആചാര്യ കെ പി നായർ പറയുന്നതല്ല, വേദവ്യാസ മഹർഷിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ് 9 അധ്യായത്തിലൂടെ വാമനമൂർത്തിയുടെ ആ വൈഭവത്തെപ്പറ്റിയും പ്രഭാവത്തെപ്പറ്റിയും നമുക്ക് വിശദീകരിച്ച് തന്നിരിക്കുന്നത്. എന്തേ നമുക്ക് അത് തിരുത്താൻ വല്ല അവകാശമുണ്ടോ? അത് ഒന്ന് നമുക്ക് ചിന്തിക്കാം. കുറച്ച് സമയമുള്ളൂ, എങ്കിലും ആ സംഭവത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ പരീക്ഷിത്തിനോടാണല്ലോ ശ്രീ സുഖബ്രഹ്മർഷി വിശദീകരിച്ചു കൊടുക്കുന്നത് ഓരോ കാര്യം, ചോദ്യം സമാധാനമായിട്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുകയാണ്, എല്ലാമുള്ള ആളല്ലേ സർവേശ്വരനായ ഭഗവാൻ മഹാവിഷ്ണു? അദ്ദേഹത്തിന് ഒന്നിൻ്റെയും കുറവില്ലല്ലോ. സർവേശ്വരനുമാണ്, എന്തും നൽകാൻ കഴിവുള്ളവനാണ്. അദ്ദേഹം എന്തേ യാചിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനൊരു ഗതികേട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തേ അങ്ങനെ വന്നു ഭഗവാന്? എല്ലാം ഉണ്ടല്ലോ, നിറഞ്ഞു നിൽക്കുകയല്ലേ, ലക്ഷ്മിയല്ലേ ഹൃദയത്തിൽ, എന്താ അവിടെ നടക്കാത്തത്? ഈ ദാനം ലഭിച്ചിട്ടും എന്തേ മഹാബലിയെ ബന്ധനസ്ഥനാക്കി? രണ്ടാമത്തെ ചോദ്യം. പരീക്ഷിത്ത് ബുദ്ധിമാനാണ് കേട്ടോ. അദ്ദേഹം ഒരു രാജാവായിട്ട് അങ്ങനെ അധികാരത്തിലിരിക്കുന്ന ആളല്ല. അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിട്ടാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ 15-ാം അധ്യായത്തിൽ ഈ ചോദ്യത്തിൽ നിന്നാണ് ശ്രീ സുഖബ്രഹ്മർഷി വാമനമൂർത്തിയുടെ അവതാരത്തെപ്പറ്റി വിശദീകരിക്കുന്നത്. അവിടെ മഹാബലി ഒരു പ്രത്യേകമായ അനുഗ്രഹത്താൽ വളരെയധികം കഴിവുള്ള ഒരു ചക്രവർത്തിയായിട്ട് മാറുകയാണ്. ആദ്യം ദേവാസുയുദ്ധം നടന്നപ്പോൾ മഹാബലിയെ വധിച്ചതായിരുന്നു ഇന്ദ്രൻ. പക്ഷേ ശുക്രാചാര്യരുടെ കഴിവ് കൊണ്ട് പുനർജീവിപ്പിക്കാൻ കഴിവുള്ള മന്ത്രം ശുക്രാചാര്യർക്കറിയാം. അദ്ദേഹം ജീവിപ്പിച്ചു. അതിനുശേഷം 100ഓളം അശ്വമേധയാഗം നടത്തി. കൂടുതൽ കൂടുതൽ ഐശ്വര്യത്തെയും ശക്തിയെയും നൽകുന്ന പല ഹോമാദികൾ നടത്തി. അങ്ങനെ ആർക്കും തന്നെ എതിരിടാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. അത് ലോകം ശ്രദ്ധിച്ചു. ഈ ശക്തി മഹാബലിക്ക് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തുണ്ടായി? സാമ്രാജ്യത്വമോഹം. എനിക്ക് ഈ അസുരലോകം പോരാ, ഇന്ദ്രൻ്റെ പദവിയും കൂടി വേണം. ഇന്ദ്രലോകം, സ്വർഗം വേണം. മനുഷ്യരുടെയും അധിപനാവണം എനിക്ക്, ഭൂമിയെയും എൻ്റെ കീഴിൽ കൊണ്ടുവരണം. അങ്ങനെ ഈ സ്വർഗലോകത്തെയും ഭൂമിയെയും കീഴടക്കി ഇന്ദ്രനെയും ദേവന്മാരെയും സ്വർഗത്തിൽ നിന്ന് ആട്ടി ഓടിച്ചു. ആട്ടി ഓടിക്കുക മാത്രമല്ല, അവർ ഒളിഞ്ഞു താമസിക്കേണ്ടി വന്നു. അത്രയധികം ശക്തി മഹാബലിക്ക് വന്നതാണ്. അങ്ങനെ ഇന്ദ്രൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന സന്ദർഭമാണ്. ഈ സമയത്ത് കശ്യപ പ്രജാപതിയുടെ പത്നി, വളരെ പ്രസിദ്ധനാണ് കശ്യപ പ്രജാപതി, അദ്ദേഹത്തിൻ്റെ പത്നി അദിതി ദേവിക്ക് വളരെ സങ്കടം വന്നു. എൻ്റെ മക്കൾ മുഴുവനും ഇങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ട ഗതികേട് വന്നില്ലേ?
അവരെ വീണ്ടും പഴയ പോലെ മാറ്റിയെടുക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാണ് എന്ന് അവർ തൻ്റെ ഭർത്താവിനോട്, കശ്യപ പ്രജാപതിയോട് പറഞ്ഞു. അത് കശ്യപ പ്രജാപതി മനസ്സിലാക്കി. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവർക്കും കാലം, നല്ല കാലം മാറി 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 വരും. ഇപ്പോൾ മഹാബലിയുടെ കാലമാണ്. ആ സമയത്ത് യുദ്ധത്തിന് പോയാൽ ആരായാലും പരാജയപ്പെടും. പക്ഷേ നമ്മുടെ കുട്ടികളിങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നതിലും എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇതിന് പരിഹാരം നൽകാൻ മഹാവിഷ്ണുവിന് മാത്രമേ സാധിക്കുള്ളൂ. വേറൊരു ദേവന്മാർക്കും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിന് നീ ഒരു വ്രതം അനുഷ്ഠിക്കണം. കുറേ കാലം എടുക്കേണ്ട വ്രതമല്ല. കശ്യപ പ്രജാപതി വളരെ എളുപ്പം നടത്താവുന്ന വ്രതം ഉപദേശിച്ചു. 12 ദിവസമേ വേണ്ടൂ. 6 മാസം തപസ് ചെയ്യും, ഒരു കൊല്ലമൊന്നുമല്ല, വളരെ ചുരുങ്ങിയ സമയം. മീനമാസത്തിൽ ശുക്ലപക്ഷത്തിൽ പ്രഥമ മുതൽ ദ്വാദശി വരെ 12 ദിവസം പയോവ്രതം അനുഷ്ഠിക്കണം എന്ന് പറയും. പയോവ്രതം, പയസ് എന്ന് പറഞ്ഞാൽ പാല് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അതും ഒരുപാട് കുടിക്കരുത്, അല്പം. ഇപ്പം നമ്മൾ അങ്ങനെയുണ്ടല്ലോ, വ്രതത്തിന് ഇന്നത് കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് മാത്രമേ കഴിക്കുള്ളൂ. ഒന്ന് ധാരാളം കഴിക്കുന്നുണ്ടാവും. ആ അരിയാഹാരം ഉപേക്ഷിക്കണം എന്ന് പറയും, ഉടനെ പുഴുക്ക് രൂപത്തിൽ അത് മറ്റുള്ള സാധനങ്ങളകത്ത്. അരി തൊടാൻ പാടില്ല പറഞ്ഞു. 3-4 തവണയായി ഇപ്പോൾ കഴിക്കുന്നത്. ഇപ്പോൾ രാത്രിയും കഴിക്കണം. എന്താ അതിൻ്റെ ഉള്ളിലുള്ള തത്വം ശ്രദ്ധിക്കുന്നില്ല. അത് പ്രത്യേകം പറഞ്ഞു. അല്പമായ പാല് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നദിയിൽ പോയി അതിന് പ്രത്യേകമായൊരു മണ്ണ് കൊണ്ട് ശരീരത്തിൽ പൂശി കുളിക്കണം എന്ന്. കാട്ടുപന്നി കുത്തി ഇളച്ച് മറിച്ച മണ്ണ്, അതിനെന്തൊരു പ്രത്യേകതയുണ്ട്. നമ്മളത് തള്ളിക്കളയരുത് കേട്ടോ. ഇതൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ശാസ്ത്രമുണ്ട്. ഇപ്പോൾ അതൊക്കെ തെളിയിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അത് തന്നെ തിരഞ്ഞെടുത്ത് രാവിലെ പോയി കുളി കഴിഞ്ഞ് ഭവനത്തിലേക്ക് വന്ന് മഹാവിഷ്ണുവിനെ പൂജിക്കണം. അത് നിനക്കെങ്ങനെയാണോ ആ പൂജ നന്നായിട്ട് അത് ദേവിക്കറിയാം എന്താ പൂജ ചെയ്യേണ്ടത് വ്യക്തമായിട്ട്. അത് ഞാൻ ഉപദേശിച്ചു തരേണ്ട ആവശ്യമില്ല. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഷോഡശോപചാര പൂജയോ പഞ്ചോപചാര പൂജയോ അതേതായാലും തിരഞ്ഞെടുക്കാം. അതനുസരിച്ച് അതിൻ്റെ മുറ പോലെ ചെയ്യുക. അർച്ചന, ആ ഓം നമോ ഭഗവതേ വാസുദേവായ ആ ദ്വാദശാക്ഷരി മന്ത്രേ കൊണ്ട് വേറെ ഒന്നും ആവശ്യമില്ല. അത് പതിവായിട്ട് ഈ ദിവസങ്ങളിൽ ജപിക്കുക. വേറെ ഒരു ചിന്തയും മനസ്സിൽ കടന്നു വരരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചു. അതുപോലെ അതിഥി ദേവി ഈ 12 ദിവസവും കശ്യപ പ്രജാപതി പറഞ്ഞതുപോലെ പൂജ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്ത് സ്ത്രീകളും പൂജ ചെയ്തിരുന്നു. അതുപോലെ അവർക്ക് എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്നതൊക്കെ അവർക്കറിയാം. മാത്രമല്ല ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ അഗ്നിഹോത്രാദികൾ ചെയ്യാനുള്ള അനുവാദവും സ്ത്രീകൾക്കുണ്ടായിരുന്നു. ഹോമാദികൾ കുറേ കാലത്തോളം കശ്യപൻ അവിടെ വസതിയിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ അതിഥി ദേവിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മക്കളൊക്കെ ഇങ്ങനെ പോയ സമയത്ത് തിരിച്ചു വന്നു കശ്യപരാതി. എന്തേ നീ ദുഃഖിതയായിരിക്കുന്നത്? നീ വേണ്ടുന്നത് പോലെ നിത്യകർമ്മങ്ങൾ, ഞാൻ ചെയ്തു വന്നൊരു നിത്യകർമ്മങ്ങൾ നീ ചെയ്തില്ലേ? അഗ്നിഹോത്രങ്ങൾ ചെയ്തില്ലേ? ഹോമം ചെയ്തില്ലേ? ഞാനില്ലാ സമയത്ത് വല്ലവരും അതിഥികൾ വന്ന് അവരെ വേണ്ടുന്നത് പോലെ സൽക്കരിച്ചില്ലേ? അവരെ ദുഃഖിപ്പിച്ച് പറഞ്ഞയച്ചോ? ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് പത്നി വിട്ടുപോയോ എന്നാണ് ചോദിക്കുന്നത്. വീട്ടിലൊരു അതിഥി വന്നാൽ ആ അതിഥിയെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അതിൻ്റെ വിഷമങ്ങൾ പറയുക.
അവരെ സന്തോഷിപ്പിച്ചയക്കണം. അതിഥി വന്നിട്ട് എത്രയോ തവണ കോളിംഗ് ബെല്ലടിച്ചിട്ടും തിരിഞ്ഞു നോക്കാതിരുന്നാൽ അതൊരു വലിയൊരു പാപമാണ്. അത് കഴിഞ്ഞ് അതിഥി വാതിൽ തുറന്ന് നോക്കി തുറച്ചു നോക്കിയെങ്കിൽ അത് മഹാപാപമാണ്. അതിന് പ്രത്യേക നരകം തന്നെ പറയുന്നുണ്ട്, നരകവർണ്ണന. അത് വായിച്ചാൽ പറയും. ഞാനിതൊന്നും എൻ്റെതല്ല കേട്ടോ, ഒക്കെ ഭാഗവതത്തിലുള്ളതാണ്. തുറച്ചു നോക്കിയ കണ്ണ് കൊത്തിയെടുക്കാൻ കഴുകന്മാർ നരകത്തിലെത്തും എന്നാണ് പറയുന്നത്. അതിഥിയോടത് കാണിക്കാൻ പാടില്ല. അതിഥി ദേവോ ഭവ. അവരെ സ്വീകരിക്കണം. വിഷമിച്ച് പറഞ്ഞയക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷം ആ ഗൃഹസ്ഥനായിരിക്കും. ആ വീട്ടിലെ ഐശ്വര്യമൊക്കെ ആയിട്ട് ആൾ പോവും. അയാളുടെ ദുരിതമൊക്കെ അവിടെ നിക്ഷേപിച്ചിട്ടാണ് പോവുക. ക്രെഡിറ്റും ഡെബിറ്റും അതാണ് ഉണ്ടാവുക. മുഴുവൻ ഐശ്വര്യമായിട്ടാണ് പോവുക. ഇത് ആരെങ്കിലും ഇന്ന് ചിന്തിക്കുന്നുണ്ടോ? എവിടെ? ഭാഗവതത്തിൽ അതൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിപ്പോൾ ആളുകളെല്ലാം വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആചരിക്കുന്നില്ലല്ലോ ഇതൊന്നും. അതെന്താ? അത് വേറെ ആൾ വരുമോ അത് ആചരിക്കാൻ? അതിനാളെ നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടി വരുമോ? എനിക്കിതൊന്നും വയ്യോട്ടെ, പറയാനേ പറ്റുള്ളൂ, വായിക്കാനേ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ഒരാചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിക്കേണ്ടവനാണ്. നമുക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റിയെന്നൊക്കെ വരും. പക്ഷെ ആ പ്രസംഗത്തിൽ പറഞ്ഞത് ആ ആൾ ആചരിക്കുന്നുണ്ടോ? അപ്പോഴേ ആചാര്യനാവും. അതാണ് നമുക്കിന്നില്ലാതെ പോയത്. അതിൻ്റെ ദോഷം ധാരാളം ഉണ്ട്. എങ്ങനെയാണ് ഒരു ക്ഷേത്ര ദർശനം നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത്, വീട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്, ഇതൊന്നും അറിയില്ല. ചെയ്യുന്നില്ല. അറിഞ്ഞിട്ടും ചെയ്യാത്തവരുണ്ട്. ആ വീടിൻ്റെ ഐശ്വര്യം പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസം. ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഐശ്വര്യം കൂടിക്കൊണ്ടുവരുന്നു, സ്വന്തം ഭവനത്തിൽ ഐശ്വര്യം കുറഞ്ഞുകൊണ്ടുവരും. അതെന്താ? നിങ്ങൾ തന്നെ അത്തരം കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എത്തിയിരിക്കുന്നു. കുടുംബം എന്ന സങ്കല്പം തന്നെ ഇല്ലായിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ അംഗങ്ങളെല്ലാം ഒത്തൊരുമയോടുകൂടിയിരിക്കുന്ന ആ സമ്പ്രദായം പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നിച്ചിരുന്ന കുടുംബാംഗങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കാലങ്ങൾ കുറേയായി. ഇന്നിപ്പോൾ വീടുകളിൽ അടുക്കള പ്രവർത്തിക്കുന്നത് ചുരുങ്ങിയ ദിവസങ്ങളിലാണ്. ഇവിടുത്തെ സ്ഥിതി അല്ല കേട്ടോ പറയുന്നത്, ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ? ഒക്കെ ഫോണിലൂടെ പറഞ്ഞാൽ വീട്ടിലെത്തി. ഇനിയൊരു യന്ത്രവും കൂടി വേണം. ഈ കൈ ഇങ്ങനെ ഓരോന്ന് ഉരുളിയും ചെയ്യണമല്ലോ, അതിനൊരു യന്ത്രം വരും. അതങ്ങനെ വായിലിട്ട് കൊടുക്കും. പിന്നെ വായ കഴുകാനുള്ള യന്ത്രം, അല്ലേ? അതൊക്കെ വരും. കാരണം അത്രയും മടിച്ചികളായി നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അതിനൊക്കെ യന്ത്രങ്ങൾ വരുന്നുമുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി വളരെയധികം പുരോഗമിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. മനുഷ്യബുദ്ധിയെ മൈനസ്സാക്കുന്നു. ഇനി മനുഷ്യബുദ്ധിയെ കൊണ്ട് ഒരാവശ്യമില്ല. നന്നായിട്ട് ഭാഗവത സപ്താഹം നടത്തേണ്ട രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുരോഗമിച്ചു. ആചാര്യനായിട്ട് ഇവിടെ ഇരിക്കുക, റോബോട്ടായിരിക്കും. കൃത്യമായിട്ട് ശ്ലോകം ചൊല്ലും, അക്ഷരപ്പശകില്ല, എവിടെയും ഒഴിവില്ല, പക്ഷപാതപരമായിട്ട് സംസാരിക്കില്ല. എന്താ അത്ഭുതമുണ്ടോ? വരില്ല എന്നുണ്ടോ? വരും. ഞാനിത് പതിവായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്രിമം. ആ കൃത്രിമം എന്നുള്ളതാണ് നമ്മുടെ സ്വാഭാവികമായ ബുദ്ധിക്ക് പ്രസക്തി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. പാട്ടുകാർക്ക് പ്രസക്തിയില്ല, ഗാനഗന്ധർവന്മാരൊക്കെ റോബോട്ടാവും. പാരായണത്തിന് സ്ത്രീകളിരിക്കേണ്ട, പാരായണം ചെയ്യാൻ റോബോട്ട് സ്ത്രീകൾ വരും. ഭക്ഷണം പാചകം ചെയ്യാൻ വീടുകളിലൊക്കെ റോബോട്ടായിരിക്കും. നമ്മൾ ഉറങ്ങിക്കോളുക, കഴിച്ചോളുക, ഉറങ്ങിക്കോളുക, കഴിച്ചു. വേറൊരു പ്രവൃത്തിയും ചെയ്യാനുള്ള അവസരം പോലും ഈ റോബോട്ടുകൾ നമുക്ക് തരില്ല. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ട പ്രശ്നമില്ല, വീടുകളിലത് പഠിച്ചോളും. സ്കൂളുകളൊക്കെ പൂട്ടി അവിടെ ഗോഡൗൺ ആക്കേണ്ടി വരും. അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടും, യാതൊരു സംശയമില്ല. നിങ്ങൾ ചിന്തിക്കുക, എന്താ ഈ ആചാര്യൻ ഇങ്ങനെയൊക്കെ പറയണത്? പേപ്പറും കൂടി വായിക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തമാണ്.
ഗ്രന്ഥത്തിനൊരു വിലയില്ല. ഗ്രന്ഥം തന്നെ ആവാഹിച്ചെടുക്കാനുള്ള യന്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു. പേജ് മറിച്ചൊന്നും നോക്കണ്ട, അതങ്ങനെ അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് മുഴുവൻ. കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞൊന്നുമില്ല. ആ യുഗത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. സാന്ദർഭികമായി പറയുകയാണ്. പക്ഷെ ഇത് എതിർക്കേണ്ടത് നമ്മളാണ്. നമ്മൾ മിണ്ടാതിരിക്കണം. കൂടുതൽ സൗകര്യം വരട്ടെ. അടുക്കള പൂട്ടി, ഇനി വേറെതും പൂട്ടാനുണ്ടെങ്കിൽ അതൊക്കെ പൂട്ടാനുള്ള നോക്കാം നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഇനി വേറെ എന്തൊക്കെയാണ് പുരോഗതി വരുന്നത്? ഈ പുരോഗതി നമ്മെ അധോഗതിയിലേക്ക് എത്തിക്കും. മനുഷ്യൻ ഒരു വിലയില്ലാതെ വെറും ഒരു നമ്പറായിട്ട് മാറും. നമുക്ക് പേര് വേണ്ടല്ലോ, നമ്പറിൽ കൃത്യമാണോ നോക്കുള്ളൂ. നിങ്ങളുടെ പേരെന്താണെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? പേരെന്നെ മുഴുവൻ എഴുതുന്നുണ്ടോ? ചിലതിലില്ല. അത് ആവശ്യമില്ല, നമ്പർ മതി. അങ്ങനെ നമ്മൾ വെറും അക്കങ്ങളാക്കി മാറ്റി. അപ്പോഴും നമ്മൾ ഉണരുന്നില്ല. മനുഷ്യവംശത്തിൻ്റെ ഈ എങ്ങനെയാണ് മനുഷ്യവംശം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഉണർന്നില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനു വേണ്ടി പറയുക? അതും ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞു നേടും. ഈ വാമനാവതാരമായിട്ട് ബന്ധമില്ല. നമ്മളൊക്കെ ഇന്ന് ആ ഭക്തിപൂർവം ഇത്തരം കാര്യം നടത്തുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ യന്ത്രങ്ങളാണ് ഏറ്റെടുക്കുന്നത്. അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കി, രുചികരമായ ഭക്ഷണമുണ്ടാക്കിയ സ്ത്രീകൾക്ക് ഒരു ചായ പോലും ഇടാൻ സാധിക്കാത്ത അവസ്ഥയിൽ. കാരണം ഇത് നിത്യം ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഇത് കിട്ടും. യോഗകർമ്മസു കൗശലം, അല്ലേ? ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാവും. ഇത് ഫോണിലൂടെ വരുന്നു കഴിയും. ഒന്നെല്ലാവരും ഒന്ന് ഉണരണം എന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ വാമനമൂർത്തിയുടെ അവതാരം ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ വ്യക്തമായിട്ടുള്ള ആ നിർദ്ദേശപ്രകാരം അതിഥി ദേവി പൂർണ്ണമായിട്ടും അത് ചെയ്തു. അതിഥി ദേവിയുടെ മുമ്പിൽ ചതുർബാഹുവായ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയാണ്. ആലോചിച്ച് നോക്കൂ, 12 ദിവസത്തെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു, പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഒരു എന്താ പറയുക, വിശ്വരൂപ പ്രദർശനം എന്ന് തന്നെ പറയാം. ഭഗവാന്റെ അനുഗ്രഹിച്ചു. അവിടെയും ദേവി ഒരു സാധാരണ നിലയിലാണ്. ഞാനെൻ്റെ കർമ്മം ചെയ്യുന്നു എന്നുള്ള നിലയിലാണ്. വല്ലാതെ ആഹ്ലാദങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ ചൈതന്യം അങ്ങനെ തന്നെ രേതസ്സായി കശ്യപൻ്റെ രേതസ്സിലേക്ക് സന്നിവേശിച്ച് അവരിൽ നിന്ന് ഗർഭാധാനം നടത്തി ഞാൻ തൻ്റെ കുട്ടിയായിട്ട് ജനിക്കും എന്നങ്ങൾ പറയും. അങ്ങനെ ആ രീതിയിൽ കശ്യപനിലുണ്ടായ ആ രേതസ്സിൽ ഭഗവത് ചൈതന്യം അറിഞ്ഞ് അത് ഗർഭാധാനം നടത്തി. അവിടെ വീണ്ടും മഹാവിഷ്ണു തന്നെയാണ് വന്നത്. അതാണ് ഞാൻ അവതാരത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നത്. 2 തവണയാണ് മഹാവിഷ്ണു അതിഥി ദേവിയുടെ മുമ്പിലേക്ക് വന്നത്. പറഞ്ഞു, ഓരോരുത്തരുടെയും കർമ്മത്തിൻ്റെ ഫലമാണ്. നല്ലതും ചീത്തയും ഉണ്ടാവും, അതനുഭവിക്കണം. ഇപ്പോൾ മഹാബലിയുടെ കാലമാണ്, അത് കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ കാലം വരും. പക്ഷേ എങ്കിലും അത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇടപെടും, യാതൊരു സംശയമില്ല. മഹാബലി ചെയ്ത തെറ്റ് തിരുത്തും, അതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ദ്രൻ്റെ അനുജനായിട്ട് തന്നെയാണ് അവതരിക്കുന്നത്. ഉപേന്ദ്രൻ എന്ന പേരുണ്ട്. ഉപേന്ദ്രൻ അനുജനായിട്ടാണ്. അങ്ങനെ അവിടെ വെച്ച് ഒരു വടുരൂപിയായി മാറി. അധികം വാമന എന്ന് പറഞ്ഞാൽ അധികം ഉയരമില്ലാത്ത, വളർച്ച പൂർണ്ണമാകാത്ത ഒരു രൂപത്തെയാണ് വടു. ബ്രാഹ്മണ ബാലനായിട്ട് മാറി. അപ്പോൾ അത് എപ്പോഴാണ് അവതരിച്ചതെന്നൊക്കെ നമ്മുടെ ഭാഗവത്തിൽ പറയുന്നുണ്ട്. ചിങ്ങമാസം, വെളുത്ത പക്ഷം, ദ്വാദശി തിഥി, തിരുവോണത്തിൻ്റെ ആദ്യപാദമായ അഭിജിത്ത് മുഹൂർത്തത്തിൽ നട്ടുച്ചയ്ക്ക് ഭഗവാൻ അവതരിച്ചു. ഈ ദിവസം എല്ലാവരും നട്ടുച്ചയ്ക്ക് എന്ത് ചെയ്യണം? ഓണദിവസം അതിഥി ദേവി ചെയ്ത പോലെ നേരത്തെ തന്നെ മഹാവിഷ്ണുവിൻ്റെ രൂപം ഉണ്ടെങ്കിൽ അത് പൂജിക്കണം. ഓണം ആചരിക്കേണ്ട വിധം ഞാൻ പറയുന്നത്, ആഘോഷിക്കേണ്ടതല്ല, ആചരിക്കേണ്ട വിധം. അങ്ങനെ അറിയുന്ന പോലെ പൂജ ചെയ്ത് ആ വാമനാവതാര ഭാഗം പറ്റുമെങ്കിൽ ഈ 9 അധ്യായങ്ങളും വായിക്കുക, അല്ലെങ്കിൽ അവതാര ഭാഗം മാത്രം വായിക്കുക.
വായിച്ച് നാരായണീയം വായിക്കാം, നാമം ജപിച്ച് 12 മണിയായോ നോക്കുക, നട്ടുച്ചയായോ. ആ സമയത്ത് വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ ഓണ ദിവസം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം. പുറമേ ഫോണിലൂടെയുള്ള പുറത്തുള്ള ഭക്ഷണം ഓണ ദിവസം വീട്ടിൽ കയറ്റിയാൽ വീട്ടിൻ്റെ ഐശ്വര്യം പോയി. എല്ലാവരും ആ ദിവസം വീട്ടുകാർ ഒത്തൊരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കണം. പുറത്തുനിന്നുള്ളത് കടത്തുമ്പോൾ അതിൻ്റെ കൂടെ ഭൂതപ്രേത പിശാചുക്കളുണ്ടാവും. പഴയകാലത്ത് ഭക്ഷണം അങ്ങനെ പുറമേ നിന്ന് കൊണ്ടിരിക്കില്ല, വീട്ടിൽ നിന്നേ കഴിക്കും. ഇനി അഥവാ വല്ലവർക്കും പകർച്ച കൊടുക്കണമെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണി അതിൻ്റെ കൂടെ വയ്ക്കും. കാരണം ഭൂതപ്രേത പിശാചുക്കൾ ആകർഷിക്കാതിരിക്കും. അതുമാത്രമല്ല, ഒരു ഭക്ഷണം ഒരാൾ തരുമ്പോൾ ആളുടെ സുഹൃതവും ദുരിതവും നമ്മളിലേക്ക് വരും. ദുരിതമാണ് അത്രയധികം വരിക എന്നാണ്. പിന്നെ ഈ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ശുദ്ധമായിട്ടാണോ? അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റേജ് ആലോചിക്കണം. അപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ വീടുകളിൽ ശുദ്ധം പോരാ, വേറെ സ്ഥലത്തൊക്കെ താമസിച്ചിട്ട് പോകുമ്പോൾ വഴിയിലുള്ള ഭക്ഷണം എന്താ ചെയ്യുന്നത്? ഇപ്പം ഓരോ സ്ഥലത്തിപ്പോൾ അന്നദാനം എന്ന് പറഞ്ഞിട്ട് പിന്നെ കൗണ്ടറുകളുണ്ട് അല്ലേ? അപ്പോൾ പോകുന്ന അയ്യപ്പന്മാരെ ക്ഷണിച്ച് അവരെ ഭക്ഷണം കൊടുത്ത് ഒന്നും പ്രതിഫലം വാങ്ങാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായി, അയ്യപ്പന്മാർക്ക് അതൊരു സുഖമായൊരു യാത്രയായി. ത്യാഗമായ അല്ല, സുഖം. കാരണം 3, 4, 5 കിലോമീറ്ററൊക്കെ പോകുമ്പോഴൊക്കെ ഇതുപോലെ അന്നദാനം കൗണ്ടർ ഉണ്ടാവും. അവിടെയൊക്കെ കയറാൻ തോന്നും, അവിടെ നിന്നൊക്കെ കഴിക്കും. ശബരിമല യാത്ര ചെയ്ത് മടങ്ങി വരുമ്പോൾ 10 കിലോ ഒരാൾക്ക് വെയിറ്റ് കൂടിയത്രേ. അതെന്താണെന്ന് അയാൾ അന്വേഷിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? കുറയാണ് വേണ്ടത്, കൂടിയിരിക്കുന്നു. ഈ വഴിനീള അന്നദാനം എന്നൊരു പകരം ക്ഷേത്രങ്ങളിൽ പ്രസാദം, അവിടെ ദേവന് നേദിച്ച പ്രസാദേ കഴിക്കാൻ പാടുള്ളൂ. പടച്ചോറ് ഇല്ലേ, അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. പടച്ചോറ്, അതിനെന്തെങ്കിലും മോരോ എന്തെങ്കിലും കൂട്ടി കഴിക്കാനും. അല്ലാതെ ഈ ഹോട്ടലിൽ വൃത്തിയുണ്ടെന്ന് അങ്ങനെ അറിയാം. ശുദ്ധം ഹെൽത്ത് ഇൻസ്പെക്ടർ ചെക്ക് ചെയ്യുമോ? നോൺ വെജിറ്റേറിയൻ ഫുഡ് വിളമ്പിയ ഹോട്ടലുകൾ പെട്ടെന്ന് പെയിൻ്റ് അടിച്ച് വെജിറ്റേറിയൻ ഹോട്ടലായി. എത്ര പെട്ടെന്നാണ് അവതാരം, പുതിയ അവതാരത്തിൽ വരുന്നത്. മറ്റതിൻ്റെ ബാലൻസൊക്കെ അവിടെയുണ്ട്, അപ്പോഴും മുഴുവനൊന്നും പോയിട്ടില്ല. ഇത് നമ്മൾ അയ്യപ്പന്മാർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓരോരുത്തരും സ്വയം എല്ലാവരും ബുദ്ധിയുള്ളവരാണ്, ആരും ബുദ്ധിയില്ലാത്തവരില്ല. ഇങ്ങനെ നമ്മൾ ഒരുപാട് അനാചാരങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അറിവില്ലായ്മ മൂലമാണ്, ശരിയാണ്. അപ്പോൾ വീട്ടിൽ ഓണ ദിവസം വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം. ആ ശുദ്ധമായ ഭക്ഷണം ആ നേദ്യം രൂപത്തിൽ ഭഗവാന് സമർപ്പിക്കണം. ആർക്ക്? വാമനമൂർത്തിയെ വരാൻ പോകണം, അദ്ദേഹത്തിന് സമർപ്പിക്കണം. അതും ഉച്ച സമയത്ത്. ആ സമയം തെറ്റരുത്. ചിലർ ഓണത്തിൻ്റെ സദ്യയൊക്കെ 3 മണി 2 മണി പാടില്ല. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അവതാരം അർദ്ധരാത്രിയിലാണ് അല്ലേ? ആ സമയത്തല്ലേ പൂജ ചെയ്യുന്നത്? അർദ്ധരാത്രിക്കാണല്ലോ, അഷ്ടമി. അപ്പോൾ വാമനമൂർത്തിയുടെ നട്ടുച്ചയ്ക്ക് സൗകര്യമല്ലേ, പകലല്ലേ, നട്ടുച്ചയ്ക്ക് ചെയ്യണം. ആ ഭക്ഷണം ഇതൊക്കെ വിളമ്പിക്കഴിഞ്ഞ് അപ്പോൾ വീടൊക്കെ അലങ്കരിക്കണം, പൂക്കളം ഒരുക്കണം. അതുപോലെ അലങ്കരിച്ച് മഹാവിഷ്ണു വരികയാണ് നമ്മുടെ വീട്ടിൽ. അദ്ദേഹത്തിന് നമ്മൾ നേദിക്കുകയാണ്, ഭക്ഷണം നൽകുകയാണ്. ഇതിൽ പരം എന്താ ഉള്ളത്? ഇതിന് പകരം അസുരനായ മഹാബലിയെ 2 കൈയും നീട്ടി സ്വീകരിക്കും. നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തി അമ്മ പറഞ്ഞല്ലോ, വാരുണീ ദേവിയെ സേവിക്കുന്നവരാണ് അസുരന്മാർ. അമൃതത്തെ നൽകിയ മഹാവിഷ്ണുവിനെ മാറ്റി നിർത്തി വരിക. എല്ലാ വീടുകളിലും ചായ കുടിക്കുന്നത് പോലെ മദ്യം കഴിക്കേണ്ട അവസ്ഥ. കേരളത്തിലെ ഓണാഘോഷം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പത്രത്തിൽ വരുന്ന വാർത്ത എന്തായിരുന്നു? ഗംഭീരമായ ഓണം ആഘോഷിച്ചു എന്നല്ല, ഇത്ര 1000-ലോ 1,00,000-ലോ ലിറ്റർ മദ്യം ചെലവായി.
കഴിഞ്ഞ കൊല്ലത്തേക്കാളും 20% കൂടി. അതാണോ വരേണ്ടത്? അതാരാ അങ്ങനെ വരുത്തുന്നത്? ഇതൊക്കെ നമുക്ക് സ്വയം ചിന്തിക്കാൻ ഞാൻ പറയാം. ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഭാഗവതത്തിൽ എന്താണോ പറഞ്ഞത് അതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ആചാര്യൻ ഇത് വ്യാഖ്യാനിച്ചതുകൊണ്ട് കുറേയും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മറ്റു വെറും വായിച്ചു പോയാൽ മനസ്സിലാക്കുന്നത് പോലെയല്ല വ്യാഖ്യാനിക്കുമ്പോൾ. ഓരോ ശ്ലോകവും വായിച്ചു നോക്കി അതിൻ്റെ അർത്ഥം, അന്തരാർത്ഥമൊക്കെ നോക്കണമല്ലോ. അപ്പോഴാണ് ഈ വാമനമൂർത്തിയുടെ ജയന്തി മലയാളികൾ എങ്ങനെയാണ് ചെയ്യുന്നത്. രാവിലെ തന്നെ ഓണാഘോഷം ചില ദിക്കിൽ എങ്ങനെയാണ് നടത്തുക വെച്ചാൽ, രാവിലെ തന്നെ മാംസക്കടയിൽ പോയി വാങ്ങാം ഓണ ദിവസം ഒരു ലുങ്കിയൊക്കെ കൊടുത്തിട്ട്. ഞങ്ങൾ ഓണത്തിനും വിഷുവിനും നിർബന്ധമാണ്. അന്ന് തീരെ പാടില്ലാത്തതാണ്, അന്ന് നിർബന്ധമാണ്. കണ്ണൂർ ഞങ്ങളുടെ ഭാഗത്തുള്ള കാര്യമായിട്ടോ പറയാം. ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്, കണ്ണൂരിലൊരു നേതാവ് തന്നെ പറഞ്ഞു അത്. ആ ഓണം വളരെ ഭംഗിയായിട്ട് നടത്തും, അന്നാണ് ഞങ്ങൾക്ക് വീട്ടിൽ മാംസങ്ങളൊക്കെ വാങ്ങിക്കഴിക്കുക. തുറന്ന് പറഞ്ഞു അങ്ങേര്, സത്യസന്ധനാണ്. അപ്പോൾ എങ്ങനെയാണ് ഓരോ ആഘോഷം അട്ടിമറിക്കപ്പെടുന്നത്? ഭഗവാൻ അവതരിച്ചു. എന്നിട്ട് മഹാബലിയുമായിട്ട് സംസാരിച്ചു. 3 അടി മണ്ണ് യാചിച്ചു. 3 ലോകവും ഞാൻ കീഴടക്കി, എൻ്റെ അധീനത്തിലാണ്, ഇതിൻ്റെ ജന്മിയാണ് ഞാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ദ്രൻ്റെ ആ സ്ഥാനത്തിരുന്ന് ജീവിക്കുകയാണ് മഹാബലി. ഭഗവാൻ ആ ത്രൈലോക്യനാഥൻ്റെ അടുത്ത് പോയി, എനിക്കൊരു 3 അടി കിട്ടാൻ തിരക്കണം. എന്തിന് 3 അടിയാക്കണം? ഈ 3 ലോകം എൻ്റേതാണ്, ഇഷ്ടം പോലെ എടുക്കാമല്ലോ, ഏക്കറ കണക്കിലെടുത്തോളുന്നു. വേണ്ട, എനിക്ക് ഇരുന്ന് തപസ് ചെയ്യാൻ ഈ ചെറിയ രൂപമുള്ള എനിക്ക് 3 അടി മതി. യാചിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ കുട്ടിയാണല്ലോ, യാചിച്ചു അഭിക്ഷ കൊടുക്കുകയാണ് ചെയ്തത്. ശുക്രാചാര്യർ തടുത്തു, പക്ഷെ അത് വില വെച്ചില്ല. മഹാബലിക്ക് ചില നല്ല ഗുണങ്ങളുണ്ട്. വാക്ക് പാലിക്കുന്ന ആളാണ്, സത്യസന്ധനാണ്, ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ഭക്തനാണ്, അല്ലേ? അദ്ദേഹം ഭക്തനാണ്. ഇതൊക്കെയുണ്ട്. പക്ഷേ അഹങ്കാരം വന്നാൽ എന്താ ചെയ്യുക? ഈ ഭക്തി കൂടി 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 അവസാനം അഹങ്കരിക്കുന്നവരുണ്ട്, ഇല്ലേ? നമ്മുടെ ഇടയിലൊക്കെ അത്യാവശ്യം കാണാം. അവർക്ക് മുമ്പിൽ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ദേഷ്യമായി. ഞാൻ സീനിയർ മോസ്റ്റ് ഭക്തനാണ്, ഭക്തിയാണ്. ക്ഷേത്രത്തിൽ ചെന്നാൽ പ്രസാദം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോക്ക് നടത്തും. ഇന്നലെ വന്ന ആൾക്ക് പ്രസാദം കൊടുത്തു, ഞാൻ എത്ര കാലമായി ഈ ക്ഷേത്രത്തിൽ വന്നിങ്ങനെ ചെയ്യും. സീനിയോറിറ്റി ലിസ്റ്റൊക്കെ അവർ കാണിച്ചു തരും. ഭക്തി ആ രീതിയിൽ ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ ഇവിടെ വാമനമൂർത്തി ആ തൻ്റെ ഭക്തൻ ചെയ്ത തെറ്റ് തിരുത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ്. ആളുകൾ പറയുമല്ലോ, മഹാവിഷ്ണുവിൻ്റെ ഭക്തന്മാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, മറ്റവർ ചെയ്യുമ്പോഴാണ് ചക്രായുധം എടുക്കുക. ഇവിടെ എന്താ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? 2 ലോകങ്ങളും കീഴ്പ്പെടുത്തി, കീഴടക്കി. മനുഷ്യൻ ഭരിക്കേണ്ട ഭൂമിയെ അസുരൻ ഭരിക്കാൻ തുടങ്ങി. ദേവന്മാർ ഭരിക്കേണ്ട സ്വർഗലോകത്തെ അസുരൻ കയ്യേറി, അല്ലേ? അങ്ങനെയല്ല നമ്മൾ പറയാം. എന്നിട്ട് അതൊക്കെ എൻ്റേതാണ്, ഇത് മുഴുവനും വിഷ്ണുവിൻ്റെയാണ്, ഇത് എൻ്റേതാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് മഹാവിഷ്ണുവിൻ്റെ സ്വത്തിനെ കൈയടക്കിയിട്ട് അതിൽ നിന്ന് ദാനം ചെയ്യുകയാണ്. എങ്ങനെയുണ്ട്? കയ്യേറിയ ഭൂമി ദാനം ചെയ്താൽ അതിൻ്റെ പ്രസക്തി ഉണ്ടോ? ചിന്തിക്കുക. അതാണ് മഹാബലി ചെയ്ത തെറ്റ്. എന്താ മഹാബലി ചെയ്തത്? മാവേലി നാടു അതിങ്ങനെ പാടും, പക്ഷെ അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണ്ടേ? അത് ആ ഭാഗം ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അന്നത്തെ ആ ഭരണഘടന അനുസരിച്ച് ദേവന്മാർക്ക് ദേവലോകവും സ്വർഗവും, മനുഷ്യർക്ക് ഭൂമിയാണ്. അവിടെ ദേവനോ അസുരനോ വരുന്നത് ഭരിക്കുന്നത് ശരിയല്ല. അതാണല്ലോ ഭഗവാൻ തന്നെ മനുഷ്യാവതാരം എടുത്തിട്ടാണ് അയോധ്യയിലെ രാജാവാകുന്ന നോക്കുന്നത്. അല്ലാതെ ദേവനായിട്ടിരുന്ന് ഭരിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. മനുഷ്യർക്കാണ് അവകാശം. ഇതെല്ലാം നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു തിരുത്തൽ പ്രക്രിയയാണ് ഭഗവാൻ ചെയ്യുന്നത്. ആ തിരുത്തൽ പ്രക്രിയയിലാണ് ആ 3 അടി മണ്ണ് ചോദിച്ചു കൊടുത്തു.
അതങ്ങോട്ട് അളന്നു. കാല് നമ്മുടെ എൻ്റെ ഇടത് കാല് ഉയർത്തി ആ സ്വർഗലോകത്തെ അങ്ങോട്ട് അളന്നു. ഭൂമിയെ ഒരു കാലടി കൊണ്ട് ഭൂമിയും പാതാളവും അടന്നു. ഭൂമി അളക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള പാതാളവും അളവിൽ വരുമല്ലോ. മൂന്നാമത്തെ കാല്, ആദ്യത്തെ കാല് ഉയർത്തിയപ്പോഴാണ് ഭഗവാന്റെ പെരുവിരൽ നിന്ന് ഗംഗാനദി ഒഴുകിയത്. അതും കൂടി ശ്രദ്ധിക്കണേ. വാമനമൂർത്തിയുടെ ആ പ്രത്യേകത പറയുമ്പോൾ നമ്മൾ ഏറ്റവും പുണ്യനദിയായി കരുതുന്ന ഗംഗ എവിടെ നിന്ന് വന്നു? ഭഗവാന്റെ പെരുവിരലിൽ, ആകാശഗംഗ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ മൂന്നാമത്തെ അടി എവിടെ വയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ മഹാബലി പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് വേറെ ഒന്നുമില്ല, 3 ലോകം അങ്ങ് എടുത്തു കഴിഞ്ഞു, എൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ. കാലം ഉയർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു സംഭവം നടക്കുന്നത്. ശുക്രാചാര്യ നിർദ്ദേശപ്രകാരം അസുരന്മാർ മുഴുവനും മഹാവിഷ്ണുവിനെ ആക്രമിക്കാനായിട്ട് ചെല്ലും. ഭഗവാൻ അവിടെ തൻ്റെ വിശ്വരൂപം കാണിച്ചു. അവരെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കി. മഹാബലിയെ ബന്ധനസ്ഥനാക്കാൻ പറഞ്ഞു. അദ്ദേഹം തടുക്കേണ്ടതായിരുന്നു, തടുത്തില്ലല്ലോ. ബന്ധനസ്ഥനാക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ്. ഉടനെ മാപ്പ് ചോദിച്ചുകൊണ്ട് മഹാബലിയും മഹാബലിയുടെ പത്നി വിന്ധ്യാവലിയാണ് അവരുടെ പത്നി, അവർ വന്ന് പ്രഹ്ലാദനും അവിടെ എത്തി, മുത്തച്ഛനും എത്തി. എൻ്റെ കുട്ടി ചെയ്ത തെറ്റ് പൊറുക്കണേ അങ്ങ് എന്ന് പറഞ്ഞു. ഭഗവാൻ ക്ഷമിക്കുകയാണ് അവിടെ ചെയ്തത്. പക്ഷേ എങ്ങനെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്ത മഹാബലിയെ ഭഗവാൻ ശിക്ഷിച്ചോ എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ശിക്ഷിക്കുകയല്ല ചെയ്തത്. അസുരന്മാർക്കൊരിക്കലും അർഹതയില്ലാത്ത ദേവേന്ദ്ര പദവിയാണ് പ്രോമിസ് ചെയ്തത്. ആ വിപ്ലവകരമായ തീരുമാനം. അങ്ങനെ എപ്പോഴും ഒരു ഇന്ദ്രൻ ആയിട്ട് ദേവൻ എന്നല്ല, അസുരനും വരട്ടെ. നല്ല സ്വഭാവത്തോടു കൂടിയ അസുരനും ഇന്ദ്രപദവിയായിട്ട് വരാം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് റിസർവ് ചെയ്തതല്ല, എല്ലാവർക്കും അതിന് അർഹതയുണ്ട്. പക്ഷെ ആ നിലയിൽ എത്തണം ഓരോരുത്തരും, അവർക്കതിൻ്റെ അർഹതയുണ്ട്. ലോകത്ത് ഇന്നത്തെ ജനകീയ ഗവൺമെൻറ്റുകളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് ഭഗവാൻ എന്നോ ചെയ്ത് കഴിഞ്ഞതാണ്. അതൊക്കെ നമ്മൾ വർത്തമാനകാല സംഭവമായിട്ട് ഇത്തരം കാര്യങ്ങൾ ബന്ധിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ദ്രനായിട്ട്, അതായത് ഈ മന്വന്തരത്തിൽ ഏതായാലും മാറ്റാൻ പറ്റില്ല, പുരന്ദരനാണ് പിന്നെ ദേവേന്ദ്രൻ. ഭഗവാൻ വാമനമൂർത്തിയായിട്ടാണ് ലോകത്തെ സംരക്ഷിക്കുന്നത്. നമ്മളൊക്കെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ വാമനമൂർത്തിയാണ്. അതും കൂടി ചിന്തിക്കണം. എന്നും വാമനനെ പൂജിക്കണം നമ്മൾ. ഓരോ മന്വന്തരത്തിലും മഹാവിഷ്ണു ഓരോ അവതാരം സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഈ മന്വന്തരത്തിൽ പിന്നെ ഭഗവാന്റെ അവതാരം വാമനാവതാരം. അതാണ് നമ്മൾ മൂർത്തിയെ പൂജിക്കണം എന്ന് പറയാൻ കാരണം. ഇന്ദ്രൻ, പുരന്ദരൻ. അടുത്ത മന്വന്തരത്തിൽ, സാവർണ്യ മന്വന്തരത്തിൽ ഈ പുരന്ദരൻ മരണപ്പെടും. മഹാബലിയായിരിക്കും ദേവേന്ദ്രൻ. എന്തൊരു തീരുമാനമാണ്! ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അങ്ങനെ ആ ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഉറപ്പ്. പിന്നീട് ഭഗവാന് തോന്നി, ഇനി മന്വന്തരം വരാൻ കുറേ കാലം എടുക്കുമല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു സ്ഥലത്ത് താമസിപ്പിക്കണമല്ലോ. ഭൂമിയുടെ അടിയിലുള്ള 3ാമത്തെ ലോകം സുതലത്തിൽ പോയി താമസിച്ചോളൂ. അവിടെ എല്ലാ സൗകര്യം, പാതാളത്തിൽ പോണ്ട, നല്ല ലോകമാണ് സുതലം. അവിടെ പോയി. എന്നിട്ടും ഒരു തൃപ്തിയായില്ല. ആരെങ്കിലും കൊട്ടേഷൻ സംഘത്തെ വിട്ട് തട്ടിയാലോ? ഈ ഇന്ദ്രപദവി പലരും മോഹിക്കുന്നൊരു പോസ്റ്റാണല്ലോ. മഹാവിഷ്ണു അങ്ങനെ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ദേവന്മാരുടെ ഇടയിലൊരു ഗ്രൂപ്പിസമൊക്കെ വന്നു എന്ന് വിചാരിക്കുക. തട്ടിക്കളാ, ജീവനോടുണ്ടെങ്കിലല്ലേ ആവാൻ പറ്റുള്ളൂ. അത് ഭഗവാൻ ചിന്തിച്ച് പറഞ്ഞു, അങ്ങയുടെ മന്ദിരത്തിൻ്റെ കാവൽക്കാരനായി സെക്യൂരിറ്റി ജോലി ചെയ്തുകൊണ്ട് ഞാൻ അതുവരെ താങ്കളെ സേവനം ചെയ്യും. ഞാൻ ഭക്തൻ്റെ ദാസൻ്റെ ദാസൻ്റെ ദാസൻ എന്ന് പറയാൻ മാത്രമല്ല, അത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ 3 വരമാണ് കൊടുത്തത്. ചവിട്ടിയിട്ടേ ഇല്ല. ആ അധ്യായം ശ്രദ്ധിച്ചാൽ മതി. 18ാമത്തെ അധ്യായത്തിൽ 32ാമത്തെ ശ്ലോകം, അതെ, അത് നോക്കിയാൽ ഭഗവാൻ ആ വരം കൊടുക്കുന്ന സമയത്ത് ചവിട്ടിയത് പരാമർശയില്ല. എങ്ങനെ അത് വന്നു? ചവിട്ടി താഴ്ത്തി എന്നുള്ളത് അന്വേഷിക്കണം.
നമ്മുടെ പാഠപുസ്തകങ്ങൾ എങ്ങനെ അത് കടന്നുകൂടി ഈ കള്ളക്കഥ മലയാള പാഠാവലിയിലാണ് വന്നത്. ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? ഇപ്പോഴും ആളുകൾ പറയുമ്പോൾ ചവിട്ടി വിവരമുള്ളവർ പോലും അതാ പറയുന്നു. അത് നമ്മൾ തിരുത്തണം. വിവരമുള്ളവർ ഒരു ചവിട്ടിത്താഴ്ത്തി എന്നാണ് പറയുന്നത്. മഹാപാപം. ഇത്രയും ദയാമയനായ ഭഗവാനെ ആരോപണം നടത്തുന്നത് തെറ്റല്ലേ? നമ്മൾ പിൻവലിക്കണം. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയണം ഭഗവാനോട്, തിരുത്തണം കുട്ടികളോട് പറഞ്ഞിട്ട്. ആ ഭക്തന് വേണ്ടി സേവനം ചെയ്യുകയാണ് ഇന്നും ആ ഒരു പദവി കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിച്ചു വാമനമൂർത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ഓണഘോഷവും ആചരണവും തിരുത്തണം. ഞാനിത് പറഞ്ഞിട്ട് പോകും, നാളെ വീണ്ടും ഇറച്ചിക്കടയുടെ മുമ്പിൽ നമ്മുടെ പലരും നിൽക്കുന്നത് കാണാം. അത് സത്രത്തിൽ പറഞ്ഞതല്ല, നമ്മുടെ ജീവിത രീതി വേറൊന്നാണ്. സുബ്രഹ്മണ്യസ്വാമിയുടെ പതാകയുടെ ചിഹ്നം ഏതാണ്? പറയൂ. പൂവൻകോഴിയാണ്. പൂവൻകോഴിയാണ്. അതാണ് ഞങ്ങളുടെ നാട്ടിന് കോഴിക്കോട് എന്നുള്ള പേര് വരാൻ കാരണം. കുക്കുടധ്വജപുരി എന്നാണ് സംസ്കൃതത്തിൽ കോഴിക്കോടിനെ പറയുന്നത്. അവിടെ സുബ്രഹ്മണ്യനൊരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നു. അത് മുഴുവൻ തകർന്നു. പക്ഷെ വീണ്ടും അവിടെ അതേ തരത്തിലുള്ള ഇത് വന്നു കഴിഞ്ഞു. അതിൻ്റെ ശ്രീകോവിൽ 15 കൊല്ലം എടുത്തു. ഗജപൃഷ്ഠാകൃതിയിലുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകോവിലാണ്. ആ ശ്രീകോവിൽ പണ്ടുണ്ടായിരുന്ന ആ സുബ്രഹ്മണ്യസ്വാമിയെ 7.5 അടി ഉയരമുള്ള വിഗ്രഹത്തിൽ ദേവസേനാധിപനായി പ്രതിഷ്ഠയും നടത്തി കഴിഞ്ഞു. അതിൻ്റെ നവീകരണത്തിൻ്റെ ചെയർമാനായ നിലയ്ക്ക് ഞാൻ അനാധികാരികമായിട്ട് പറയുകയാണ്. അവിടെ ആ കുക്കുടപുരി എന്നുള്ളത് വരാൻ കാരണം ഭഗവാന്റെ പതാകയുടെ ചിഹ്നം പൂവൻകോഴി. ലോകത്തെ അന്ധകാരത്തിൽ നിന്ന് ഉണർത്തുന്നത് ആരാണ് ഇത്രയും കാലം? കോഴിയാണ്. അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് ഇതാ ഉണരൂ മക്കളെ, സൂര്യൻ്റെ ഉദയം തുടങ്ങി എന്ന് സമയം തെറ്റാതെ കൂവി ഉണർത്തി നമ്മളെ ജാഗരൂകരാക്കിയ ആ പൂവൻകോഴിയാണ് ഭഗവാൻ തൻ്റെ ധ്വജത്തിൻ്റെ ചിഹ്നമാക്കി. ഇന്നിപ്പോൾ ആ പൂവൻകോഴിയുടെ സ്ഥിതി എന്താ? ചിക്കിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ചിക്കിങ് അതെന്താ? ഹോട്ടലിൻ്റെ മുമ്പിൽ പേരുണ്ടാവുമല്ലോ. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പൂവൻകോഴി കോഴികളെ വളർത്തുന്നുണ്ടോ വീട്ടിൽ? ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് തനിക്ക് തിന്നാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ ഇതല്ല. മുമ്പത് അമ്മമാർ ചെയ്യില്ല, അയ്യോ എൻ്റെ മക്കളെ കൊന്ന മാംസം ഞാൻ തിന്നില്ല എന്ന് പറയും. ഇന്നുള്ള അമ്മമാർ സുഖമായിട്ട് കഴിക്കുന്നുണ്ട്. പാർസൽ. സുബ്രഹ്മണ്യസ്വാമി അനുഗ്രഹിക്കുമോ? എങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. അനുഗ്രഹിക്കും, ഞങ്ങൾ തിന്നുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ എനിക്കൊന്നും പറയാനില്ല, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്വം ആചാര്യൻ എന്ന നിലയ്ക്ക് ഇവിടെ ഇരുന്നത് കൊണ്ട് എനിക്ക് പറയേണ്ട ബാധ്യതയുണ്ട്. അത് ഞാൻ ഈ പുരാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എൻ്റെ ആചാര്യ കെ വി നായരുടെ അഭിപ്രായം ഒന്നും ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് എല്ലാം ഇതിലുണ്ടല്ലോ. പിന്നെ എന്തിനത് എൻ്റേതായിട്ടൊന്നൊരു വ്യാഖ്യാനം വേണം. അത്രയും പ്രാധാന്യം ആ ഇത് നടത്തണം. അപ്പം അതുപോലെ ഇവിടെ ആ വാമനാവതാര ദിവസം, തിരുവോണ ദിവസം അടുത്ത് കയറ്റാൻ പാടില്ല മത്സ്യമാംസാദികൾ. പുറമേ നിന്ന് ഭക്ഷണ സാധനം വീട്ടിൽ കടത്തരുത് ഓണ ദിവസം. പാലടപ്രഥമൻ അറിയുന്നത് പോലെ വീട്ടിൽ വെക്കണം. അത് പോയി ഷോപ്പിലും ഇവിടെയൊക്കെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നത് ഓണ ദിവസം കഴിക്കരുത് ദയവായിട്ട്. നമുക്കൊക്കെ കൈകളില്ലേ? കൈകൊണ്ട് ഉണ്ടായിക്കൂടെ? ഒരു ദിവസം മെനക്കെട്ടാൽ എന്താ? ഇതേതെങ്കിലും ഒരു കൗണ്ടറിൽ പോയിട്ട് ഓണാണ് എന്ന് പറഞ്ഞ് 4 ലിറ്റർ 5 ലിറ്റർ വാങ്ങി. അതെങ്ങനെ ഉണ്ടാക്കിയത്? കുളിക്കാതെയുള്ള ഒരാളുണ്ടാക്കിയതായിരിക്കും. കുളിച്ച് ശുദ്ധമായി കുറിയിട്ടിട്ടൊക്കെ ഉണ്ടാക്കുമോ? ഒന്ന് നോക്കൂ പോയിട്ട്, എവിടെയെങ്കിലും ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട്. അപ്പോൾ ഇത് ആചരണത്തിൽ വരുന്ന വലിയ തെറ്റുകൾ തിരുത്തുകയും കൂടി വേണം. ഭാഗവത സത്രം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ തത്വം എന്നുള്ളത്
വിശദീകരിക്കുന്ന വലിയൊരു മഹായജ്ഞമാണ്. ആ യജ്ഞത്തിൽ പങ്കെടുത്തവർ എന്താണ് ഭാഗവതത്തിൽ പറയുന്നത് അത് കഴിയുന്നതും തൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. മുഴുവൻ പറ്റില്ല, പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത കൊല്ലം വാമന ജയന്തി എന്നെ ബോർഡ് വെക്കണം. ചവിട്ടിത്താഴ്ത്തിയിട്ടില്ല. അത് നമ്മുടെ പാഠാവലിയിൽ വരാൻ കാരണം ഓണം കഴിഞ്ഞ പിറ്റേ ദിവസം പത്രത്തിൽ വരുമ്പോൾ ആ പ്രാധാന്യം ആർക്കാണ് കിട്ടുന്നത് നോക്കുക. ആരുടെ പേഴ്സാണെന്നറിയുക, ബാങ്ക് അക്കൗണ്ടാണ് കൂടുക. എന്താ അവരെ പറയുക പേര്? അബ്കാരി അല്ലേ? അബ്കാരി. അവർക്കാണ് അതിൻ്റെ ഗുണം. അതിലാരോ ഒരാളാണ് പണി ഒപ്പിച്ചത്. ഈ പാഠാവലിയിൽ ഭഗവാനെ വില്ലനാക്കുക, വാമനമൂർത്തി വില്ലനാക്കുക, ബലിക്ക് പ്രോത്സാഹനം കൊടുക്കുക. നമുക്ക് എല്ലാം ചെയ്യാം. അത് നമ്മൾ സ്വീകരിക്കണോ? പറയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് വേണോ? അത് തിരുത്തണ്ടേ? തിരുത്തിക്കണം. ഇന്നും പാഠാവലിയുണ്ട്, തിരുത്തിക്കണം. എന്താ അടിസ്ഥാനം? ഭാഗവതം. ഞാൻ ആ പേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ചവിട്ടി താഴ്ത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സംസ്കൃതത്തിൽ അത് പറയില്ല. ചവിട്ടി താഴ്ത്തിയ വാക്ക് സംസ്കൃതത്തിലുണ്ടല്ലോ. ഇല്ല. ഇത് വ്യാഖ്യാനിച്ച ആളെന്ന നിലക്കാണ് ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്, വായിച്ചു പോയതല്ല. അതാ. അപ്പോൾ അടുത്ത കൊല്ലം 2025 മലയാളികൾ എല്ലായിടത്തും വാമന ജയന്തി തന്നെ പേരിട്ടുകൊണ്ട് തിരുവോണം ആഘോഷിക്കണം. നമ്മൾ അഷ്ടമിരോഹിണിക്ക് ഇല്ലേ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞിട്ട് ആചരിക്കുന്നില്ലേ? രാമനവമിക്ക് ശ്രീരാമനവമി ആചരിക്കുന്നില്ലേ? അതുപോലെ നെഹ്റു ജയന്തി, ഗാന്ധി ജയന്തി, അപ്പൊക്കെ ആ പേരുള്ള ആളല്ലേ ആദരിക്കുക. ഇത് വാമന ജയന്തി ദിവസം ബലിയുടെ ജന്മദിനമല്ലല്ലോ, പിന്നെന്താ അദ്ദേഹത്തിന് ആദരിക്കുന്നത്? അതൊക്കെ വേറെ ദിവസം ആചരിച്ചോളൂ. മഹാബലിയുടെ ഡേറ്റ് ഓഫ് ബർത്തോ എന്താ വെച്ചാൽ നോക്കി ചെയ്തോളൂ. അത് കുറ്റം പറയുന്നില്ല. എന്തിനാ വാമനൻ്റെ ചെലവിൽ നടത്തണമെന്നാണ് എൻ്റെ ചോദ്യം. വേണോ? ഗൗരവമായ പ്രശ്നമാണ്. മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു വിഷയമാണ്. അങ്ങനെ ഭഗവാൻ ഇപ്പോഴും വാമനമൂർത്തി നമ്മുടെ വീടുകളിൽ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ വിവാഹം ചടങ്ങുകൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ വിശേഷം വരുമ്പോൾ ആ ദിവസം വാമനാവതാര ഭാഗം വായിക്കണം എന്ന് തന്നെ ഫലശ്രുതിയിൽ പറയുന്നുണ്ട്. പിതൃക്രിയകൾ ചെയ്താൽ അത് പൂർണ്ണതയിലെത്താൻ വാമനാവതാരം വായിക്കണമെന്ന് പറയണു. ഇതെല്ലാം ഭാഗവത്തിൽ തന്നെ പറയുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രഭാഷണം കേട്ട നിങ്ങളെങ്കിലും ദയവായിട്ട് ഇത് ഞാൻ പറഞ്ഞ ഈ കാര്യം അടുത്ത കൊല്ലം നടപ്പിലാക്കാൻ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ശ്രമിക്കണം. എന്തെങ്കിലും സംശയമുണ്ട് എന്നോട് വിളിച്ച് ചോദിച്ചോളൂ. ഭാഗവതത്തിലെ ശ്ലോകം, എത്രാമത്തെ ശ്ലോകം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനല്ല പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും ഇത് തെറ്റ് തോന്നാണ്, ഇതെന്തിനാ അത് എഴുതിയെന്ന് വെച്ചാൽ കേസ് കൊടുക്കണമെങ്കിൽ വ്യാസമഹർഷിയുടെ സുഖബ്രഹ്മർഷിയുടെ പേരിൽ കേസ് കൊടുത്തോളൂ. AK നായരുടെ പേരിൽ കൊടുക്കരുത്. കാരണം ഞാനത് വായിച്ച് വ്യാഖ്യാനിക്കുക കിട്ടിയ വിവരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. സങ്കടം ഈ പറയുമ്പോഴൊക്കെ സങ്കടമാണുള്ളത്, മനസ്സിലായി. ഇങ്ങനെ ഒരു തെറ്റായി മലയാളികൾ നല്ലൊരു ദിവസത്തെ ആചരിക്കുന്നുവല്ലോ എന്നുള്ള ഒരു സങ്കടം നമ്മൾ പറയണ്ടേ, ആരോടങ്ങ് പറയണ്ടേ? അത് അതിന് പറ്റിയ വേദി ഇതല്ലാതെ വേറെ ഏത് വേദിയാണ്? ഭാഗവത സത്രത്തിലല്ലാതെ ആ ഒരു കാര്യം. അപ്പം അങ്ങനെ അനുഗ്രഹിച്ചു ഭഗവാൻ. അപ്പോൾ തിരുവോണ ദിവസം നമ്മൾ എങ്ങനെ ആചരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അന്ന് ഉച്ച സമയത്താണ് മഹാവിഷ്ണു പൂജ. ഓരോ വീട്ടിലും ചെയ്യണം. ഓരോ വീട്ടിലും. അവിടെ പടം വെച്ചാലും മതി, വിഗ്രഹം വേണമെന്നില്ല, പടം വെച്ചാൽ. ഇത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അറിയുന്ന പോലെ പൂജ ചെയ്യുക, പൂക്കളം ഒരുക്കുക. ആ പൂക്കളൊക്കെ ഒരുക്കുന്നത് വാമനമൂർത്തിക്ക് വേണ്ടിയിട്ടാണ്, മഹാബലിക്കല്ല. മഹാബലി ഭഗവാന്റെ ഭക്തനാണ്, വാമനമൂർത്തിയുടെ അല്ലേ? അത് എപ്പോഴും വിഷ്ണുവിനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേറെ ദിവസങ്ങൾ വെച്ചോളൂ. അത് ഞങ്ങളുടെ
നാട്ടിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് എൻ്റെ നാട്, നീലേശ്വരം. അവിടെ എല്ലാ വർഷവും തുലാമാസത്തിലെ വാവ് ദിവസം ഈ പാലക്കൊമ്പുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ചില്ലയിൽ ഈ ദീപം ചിരട്ട പൊട്ടിച്ച് അതിൽ ദീപം കത്തിച്ച് വൈകുന്നേരം അമ്മമാർ കുട്ടികളെയും കൂട്ടി ഈ ഉണക്കലരി തുളസി എടുത്ത് ആ ദീപം കൊളുത്തി അതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം ഒരു വാക്ക് പറയുന്നുണ്ട്. അത് കുട്ടികളൊക്കെ ഒന്നിച്ചു ചൊല്ലും: ബലീന്ദ്ര ബലീന്ദ്ര ഹരിയോ ഹരി. ആദ്യമൊന്നും അതറിയില്ല, അമ്മ പറയുമ്പോൾ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്. ബലീന്ദ്ര, ഇന്ദ്രനാവാൻ പോകുന്ന മഹാബലി. ഓണത്തിന് ഭഗവാൻ വാമനമൂർത്തി കൂടെ വന്നുവല്ലോ, അങ്ങ് മടങ്ങിപ്പോവുകയാണെന്ന് കേട്ടു. അങ്ങയ്ക്ക് ഞങ്ങളുടെ എന്താ പറയുക അഭിവാദനം. ബലീന്ദ്ര ബലീന്ദ്ര ഹരിയോ ഹരി. അങ്ങയ്ക്ക് സ്ഥാനം നൽകിയത് ഹരി എന്ന് പറഞ്ഞാൽ ആരാ? വിഷ്ണുവാണ്. മഹാവിഷ്ണുവിനെയും പ്രകൃതി. ഇന്നും അത് ആ ഗ്രാമത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ദിവസം മഹാബലിയെ നമ്മൾ അല്ലേ യാത്ര അയക്കുന്നു സന്തോഷത്തോടെ. പക്ഷെ വാമനമൂർത്തിയുടെ ചെലവിൽ മഹാബലിക്ക് സ്ഥാനം കൊടുക്കുന്നത് അത് മഹാവിഷ്ണുവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അല്ലേ? നിന്ദ തന്നെയല്ലേ അത്? ഇരുവിധം പിന്നെന്താ പറയേണ്ടത്? എന്ത് വാക്കാ ഉപയോഗിക്കേണ്ടത്? ആവർത്തിച്ച് ചെയ്യാണ് നമ്മൾ. വാമനമൂർത്തിയാണ് നമ്മുടെ എല്ലാവിധ വിഷമങ്ങളെയും പരിഹരിക്കുന്നത്. എല്ലാ സ്വത്തിൻ്റെ ഉടമസ്ഥൻ മഹാവിഷ്ണുവാണ്. വാമനമൂർത്തിയാണ് ആ സ്വത്തിനെ സംരക്ഷിക്കുന്നത്. വാമനമൂർത്തിയോട് പ്രാർത്ഥിച്ചാൽ അമ്മമാരുടെ പ്രാർത്ഥന വേഗം കേൾക്കും. വാമനമൂർത്തി എന്നാണ് പറയും. എന്ത് വിഷമമുണ്ടെങ്കിൽ. അതിഥി ദേവിയുടെ വിഷമം അങ്ങനെയാണല്ലോ ഇല്ലാതാക്കിയത്. അപ്പോൾ ആ നിലയിൽ അത് ഒരു ആരാധന രൂപത്തിൽ വാമനമൂർത്തി ക്ഷേത്രം അപൂർവമായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകണം അന്ന് രാവിലെ. മഹാവിഷ്ണു തന്നെയാണല്ലോ വാമനമൂർത്തിയായിട്ട് വന്നത്. ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. ആ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ചെന്ന് ഇവിടെ ദശാവതാര ക്ഷേത്രമുണ്ട് കോഴിക്കോട്. 10 അവതാരങ്ങൾ അടുത്തടുത്ത അമ്പലങ്ങളായിട്ടുള്ള ദശാവതാര ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലും അതുപോലെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, സൂക്ഷിച്ചാൽ എവിടെയെങ്കിലും വാമനമൂർത്തിയുടെ ക്ഷേത്രം ഇല്ലേ? ആരങ്ങൾ പോയിട്ടുണ്ടാവും. അതെ, അവിടെയുണ്ട്. അവിടെ അതാ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ബാക്കിയുള്ളവരൊക്കെ ചെയ്തോളും. ഒരാൾ 1-2 പേര് മുമ്പിൽ ഇറങ്ങിയാൽ മതി. വാമനമൂർത്തി ക്ഷേത്രത്തിലുണ്ട്, അല്ലെങ്കിൽ മഹാവിഷ്ണു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ വാമനമൂർത്തിയെ പ്രതിനായകനാക്കി. അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് നമ്മൾ ചെയ്തത്. അതാണ് ഇവിടെ മഹാബലിക്ക് സർവം സ്വാഗതം അനുഷ്ഠിച്ച് ചൊല്ലി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവുകയും മാവേലി സ്റ്റോറുകളുടെ കണക്കെത്ര എടുക്കാൻ പറ്റുമോ അത്രയും മാവേലി സ്റ്റോർ വന്നു. ഒരൊറ്റ വാമന സ്റ്റോറുണ്ടോ ഇവിടെ ഉണ്ടോ? പെരുന്തട്ടയുണ്ടോ? ഉണ്ടൊക്കെ പറയണേ. എന്നാൽ ഞാനത് എല്ലാ സ്ഥലത്തും പറയും. ഇവിടെ ഒരു സ്ഥലത്തുണ്ട് ഇല്ല. കാരണം വില്ലനാണല്ലോ. വില്ലൻ്റെ എങ്ങനെ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുക? വിഷ്ണുവിൻ്റെ പേരിട്ടാൽ അത് വിജയിക്കുന്നതാണ് പറയാം. പക്ഷേ ഈ കാര്യത്തിൽ എന്തേ അസുരനെ നമ്മൾ വിഷ്ണുവിൻ്റെ മുകളിൽ സ്ഥാപിച്ചത്? അത് മാറ്റിയെടുക്കണം. അതാണ് നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ടത്. ഈ 9 അധ്യായവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വായിക്കണം. അത് വിഷ്ണുപ്രീതികരമാണ്. നമ്മുടെ ഈ പിതൃക്രിയാദികൾ ചെയ്തു കഴിഞ്ഞ് അതിലെന്തെങ്കിലും തെറ്റുകൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ ഈ വാമനാവതാര ഭാഗം വായിക്കുക. അതുപോലെ ക്ഷേത്രങ്ങളിൽ ഉത്സവാദി കർമ്മങ്ങളിൽ എന്തെങ്കിലും വിഘ്നങ്ങളോ കാര്യങ്ങളോ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും വാമനാവതാര ഭാഗം വായിക്കാം എന്നൊരു വിധിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 1 മണിക്കൂർ സമയമാണുള്ളൂ. ഏതായാലും ഈ വാമനാവതാരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വാമന ജയന്തി ശ്രീരാമ ജയന്തി പോലെയും അഷ്ടമി രോഹിണിയെപ്പോലെയും ജന്മാഷ്ടമി പോലെയും സാർവത്രികമായിട്ട് നമ്മൾ ആചരിക്കണം, ആഘോഷിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്കിവിടെ ഇന്നിവിടെ പ്രഭാഷണം നടത്താനുള്ള അവസരം നൽകിയ ഇതിൻ്റെ ഭാരവാഹികളോട്, നമ്മുടെ
നാരായണസ്വാമിയാണ് എപ്പോഴും ഓർമ്മിപ്പിക്കുക, ഇതാ സത്രം തുടങ്ങാൻ തോന്നുന്നു, സൗകര്യമുള്ള ഡേറ്റ് അറിയിക്കണം. അദ്ദേഹം ആണ് ഇതായിട്ട് ബന്ധപ്പെടുത്തിയൊരു മഹൽ വ്യക്തി. അദ്ദേഹത്തിനും അതുപോലെ ഇതിൻ്റെ സംഘാടകർക്കും പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്തേ. ഇതുവരെ വാമനാവതാരം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിച്ച ആദരനായ ആചാര്യൻ